വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ചോറ് അത് തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ നമ്മുടെ ഈദല്ലേ, അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പറയുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും ഈദ് മുബാറക് ആഘോഷിക്കുന്ന എല്ലാവർക്കും. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് ഒരു ബീഫ് വിന്താലു ആണ് ഉണ്ടാക്കുന്നത്. ബീഫ് വിന്താലു ഉണ്ടാക്കാനായിട്ട് ബീഫ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലുലുവിലെ ബീഫാണ്, നല്ല വേവുന്ന ബീഫാണ്. അപ്പം വളരെ അധികം വേവൊന്നും ഇല്ലാത്ത ബീഫ് തന്നെയാണ്. പക്ഷേ ഞാൻ ഇതിനെ ഒന്ന് കുക്കറിൽ ഒരു 2 വിസിൽ കേൾപ്പിക്കാം. നമുക്ക് വെറും 2 വിസിൽ. അത് കുക്കറിനെ ആശ്രയിച്ചിരിക്കും. ഇത് നമ്മുടെ കുക്കർ തെറ്റില്ലാത്ത കുക്കറാണ്. അപ്പം കുക്കറിനെ ആശ്രയിച്ചിരിക്കും. 2 വേണോ 3 വേണോ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. ഇതൊന്ന് തിളച്ചിട്ടെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ അടുപ്പിനകത്ത് ഒരുപാട് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് ഇപ്പൊക്കെ ഓരോന്ന് പാചകം ചെയ്യാനുള്ള സംഭവങ്ങളാണ് ഇതെല്ലാം. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ വേറെ ഒരു കാര്യം കാണിച്ചു തരാം. നമ്മുടെ പച്ചക്കറി എന്തൊക്കെയാണെന്നറിയാം. പയറ്, ഇത്രയും വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. പാവയ്ക്ക ഇതങ്ങ് ചേട്ടൻ പിച്ചിക്കൊണ്ട് വന്ന് വെളിയിൽ നിൽപ്പുണ്ടൊരെണ്ണം ഇവിടെ. ഇതിനേക്കാൾ ഇച്ചിരൂടെ വലുതാ. അതെന്തായാലും നല്ലതുപോലെ ആയിട്ട് പിച്ച. പിന്നെ നമ്മുടെ അഗസ്തിക്കീരയുടെ പൂവ്, പിന്നെ കുറച്ച് കോവയ്ക്കയും കൂടെ ഉണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കൊന്നൊരു പച്ചക്കറിയാക്കാം. അത് നിങ്ങളെ കാണിക്കുന്നില്ല, പക്ഷെ ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. പച്ചക്കറി നമ്മുടെ വെജിറ്റബിൾ തോട്ടത്തിൽ നിന്ന് പിച്ചിയതായതുകൊണ്ട് കാണിച്ചതാണ്. അപ്പം എല്ലാവരും ഇതേ കണക്ക് വീട്ടിൽ കൃഷി ചെയ്യുക. ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് മരുന്ന് വേറെ കുഴപ്പങ്ങളുള്ള ഒന്നും സ്പ്രേ ചെയ്യാതെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ അരിയൊന്ന് തിളച്ചിട്ട് നമുക്ക് അറിയാം. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ കുറച്ചൊക്കെ കുറവാണ്, സദയം ക്ഷമിക്കുക. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക, എൻ്റെ ഷോർട്സ് ഒരുപാട് ഞാൻ ഇടുന്നുണ്ട്. എല്ലാവരും കയറി കാണുക. നല്ല നല്ല ഷോർട്സ് ആണ്. അത് കണ്ടെങ്കിൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാനിത് തിളച്ചിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. ഒന്ന് അടുപ്പിൽ വെക്കണ്ടെന്ന് വിചാരിച്ച് എനിക്ക് കുറച്ച് പണികളും കൂടെ നിൽക്കുന്നത് കൊണ്ട് അടുപ്പിൽ വെക്കാനുള്ള, കാരണം അത് ഇടയ്ക്കിടയ്ക്കൊന്ന് തീയിട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഇപ്പം അടുപ്പിലോട്ട് തിളച്ച് വെച്ചിട്ടുണ്ട്. ഞാനത് നമ്മുടെ കുക്കറിനകത്തൊന്നും ഇറക്കിയൊന്നും വെക്കണ്ട, പക്ഷേ അല്ലാതെ ആയിക്കോളും കേട്ടോ. ഇങ്ങനെ തിളച്ച് മാറ്റി വെച്ചാൽ മതി, ആയിക്കോളും. കുറച്ച് നേരം ഒന്ന് ആയാൽ മതി. അപ്പം ഞാൻ ബീഫ് വിന്താലു ഉണ്ടാക്കാനായിട്ട് ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരൽപ്പം കുരുമുളക് കേട്ടോ. ഇതിനകത്ത് ചേർത്ത് വേവിക്കാനാണ് അല്പം കുരുമുളക്, വേകാൻ ആവശ്യമായ, ഇത് ഇത്രയും ആവശ്യമായ ഉപ്പ്. ഓക്കെ, ഇതിനാവശ്യമായ ഉപ്പും അല്പം മഞ്ഞൾപ്പൊടി. ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വിന്താലു ആവശ്യമായ ബീഫ് വേവിച്ചെടുത്തിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. ആവശ്യമായ മഞ്ഞൾപ്പൊടി, കുറച്ച് തടി, പിന്നെ നമുക്ക് മസാല കൂട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ ബാക്കി വേണം. അപ്പം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, ആ ഉപ്പൊക്കെ ഒന്ന് എല്ലായിടം പിടിക്കാൻ വേണ്ടിയിട്ട്. വെള്ളം അല്പം ഊറി വരും കേട്ടോ. എങ്കിലും ഒരു നുള്ളു വെള്ളവും കൂടെ നമ്മൾ ചേർക്കണം. അത് ഊറി വരുമ്പോഴത്തേക്കും നമുക്കൊരു ഇച്ചിരി വെള്ളം എടുത്തൊന്ന് ചൂടാക്കണം. ഇതിനകത്ത് പച്ചവെള്ളം ചേർക്കണ്ട കേട്ടോ. ഇതിങ്ങനെ ആയി വരുമ്പോഴത്തേനും നമുക്ക് ആ ചൂടുവെള്ളം കൂടെ ഇതിനകത്ത് ഒഴിച്ച് വേകാനുള്ള വെള്ളം മാത്രം അതേ ആക്കുന്നുള്ളൂ. അപ്പം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പച്ചക്കറി ആക്കണം. ആ നേരത്തിന് ഇത് ശരിയാകുമെന്ന് വേണം. ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒരു സവാള, ഒരു 3 എണ്ണം ഇടാം, ഇടത്തര സവാള, പിന്നെ ഇച്ചിരി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി. ഓക്കെ, ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ
തക്കാളിയും വേണം. തക്കാളി കഴിവതും നല്ലതുപോലെ വേകണം. ആ തക്കാളി പ്യൂരി ചേർത്താലും മതി, അല്ലാന്നുണ്ടെങ്കിൽ തക്കാളി സവാളയുടെ കൂടിട്ട് വഴറ്റുന്നത് നന്നായിട്ട് വേവണം. വഴണ്ട് അതിനെ വേവിച്ചെടുക്കണം. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അപ്പം ഈ വെള്ളം ഒന്ന് ചൂടായാലും നമുക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ബീഫ് വേവിക്കാൻ അത്രയും ഞാൻ വെച്ചിട്ടുണ്ട്. തീ ഓഫാക്കി. ഇനി ഇതിനകത്ത് നമുക്ക് പ്രിപ്പറേഷൻ സമയത്ത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ആ പ്രിപ്പറേഷൻ സമയത്ത് എപ്പോൾ വെള്ളം ചേർത്താലും ചൂടുവെള്ളം ചേർക്കുക. കുക്കർ അടക്കിയാണ്, അടച്ചിട്ട് വെയിറ്റ് ഇട്ട് കൊടുക്കുന്നത്. ആവി വന്നതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അതിനൊക്കെ ഓരോ കണക്കുകളുണ്ട്. അപ്പം ഇത് ഞാൻ പറഞ്ഞ് 2 വിസിലേ ഞാൻ കേൾപ്പിക്കുന്നുള്ളെന്ന്. അപ്പം ഈ വിസിലൊക്കെ കേട്ട് വെന്ത് വരുമ്പോഴത്തേനും എനിക്ക് കുറച്ച് പണിയുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. സവാള അരിഞ്ഞെടുക്കണ്ടേ, അപ്പം അതൊന്ന് അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് അപ്പം വിന്താലുവിന് ആവശ്യമായ മസാലക്കൂട്ട് ഞാൻ വറുക്കാൻ പോകും. ഈ വിന്താലുവിന് നമ്മുടെ പിരിയൻ മുളകില്ലേ, പിരിയൻ മുളക് പണ്ടൊക്കെ നമ്മൾ അരയ്ക്കുന്നത് പോലെ, പണ്ടൊക്കെ എങ്ങനെയാണ് ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ പൊടി വെച്ചല്ലല്ലോ പണ്ടൊന്നും അരയ്ക്കുന്നത്. അപ്പം അങ്ങനെ അങ്ങനെ ചെയ്യാം കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചാൽ നല്ലതുപോലെ നല്ല കുഴഞ്ഞിരിക്കണം ഇത്. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ പിരിയൻ മുളക് അല്ലാത്തതില്ല. അപ്പം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് പൊടി ഐറ്റംസ് ആയിട്ട് കൊടുക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അല്പം കുരുമുളക് പൊടി, ഗരം മസാല. ഓക്കെ. അപ്പം ഇതിത്രയാണ് ഞാൻ ചേർക്കുന്നത്. വേറെയൊക്കെ ഐറ്റംസ് ചേർക്കുന്നവരുണ്ട്, പക്ഷെ ഇത്ര ഐറ്റംസാണ് ഞാൻ ചേർക്കുന്നത്. മസാല ഈസ് മസ്റ്റ്. അപ്പം ഇതെല്ലാം കൂടെ അപ്പം നോക്കേ, ഇതൊന്ന് വറുത്തെടുക്കണം. തീ കുറച്ചിട്ട് വറുക്കണം, കരിഞ്ഞാൽ തീർന്നു. പിന്നെ നമ്മളത് ആ കരിഞ്ഞ തന്നെ കളഞ്ഞിട്ട് ആക്കുന്നതാണ് നല്ലത്. ഇതിനെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പിരിയൻമുളകൊക്കെ ചൂടുവെള്ളത്തിലാണ് കുതിർത്ത് വെക്കേണ്ടുന്നത് കേട്ടോ, ഒന്ന് അരച്ചിട്ട്. അതുപോലെ തന്നെ ഞാൻ ഈ പൊടി ഐറ്റംസ് എല്ലാം ഞാൻ ചൂടുവെള്ളത്തിലാണ് ഒന്ന് കുതിർത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടുന്നത് എന്താന്ന് വെച്ചാൽ ചെയ്യാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാൻ അടുത്തത്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, മഞ്ഞപ്പൊടി നമ്മൾ കുറച്ചിട്ടിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ചിട്ടിട്ടുണ്ട് ഇതിനകത്ത്. അപ്പം അതിനനുസരിച്ച് ചേർക്കാവോ, മനസ്സിലായോ? പിന്നെ ഇതൊന്ന് നല്ലൊന്ന് വറുത്തെടുക്കും. അല്പം കുരുമുളക് പൊടി, നമ്മുടെ വീട്ടിൽ പൊടിച്ച ഗരം മസാല. ഇതൊന്നും വറുത്ത് പൊടിച്ചതല്ല കേട്ടോ. കുറച്ച് ഗരം മസാല ഇപ്പം ഇതിൻ്റെ കൂടെ ചേർക്കണം. പിന്നെ നമുക്ക് ചേർക്കണം. ഒന്ന് വറുത്തെടുക്കണം. നമ്മുടെ ചൂട് വെള്ളത്തിൽ കുഴച്ച് വെക്കണം. കുറച്ചും കൂടെ മുളക് പൊടിയാണ് കേട്ടോ. ഇത്രയും തിരിച്ചെടുത്ത് വെക്കാം. ഈ പാത്രത്തിൽ തന്നെ ഞാനിങ്ങ് കുതിർത്ത് വയ്ക്കാം, നമുക്ക് പാടില്ല. വെള്ളം ചൂടായിട്ടുണ്ട്. ഇതൊരുവിധം വറന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചൂട് വെള്ളത്തിൽ ഇത് കുതിർത്ത് വയ്ക്കാം. തീ ഓഫാക്കി ഇങ്ങനെ
വെച്ചിട്ട് വേണം നമ്മൾ നല്ല കുതിരുമ്പോൾ ഇതിനെ അരച്ചെടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ വേണം ചെയ്യേണ്ടത്. ഞാനിപ്പോൾ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നല്ല പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുക്കേണ്ടുന്നത്. ഇൻ ബിറ്റ്വീൻ ഞാൻ നമുക്ക് വേണ്ടുന്ന ബാക്കി കാര്യങ്ങളൊക്കെ വേണം. സവാള വഴറ്റണം. സവാള വഴറ്റാനായിട്ട് നമ്മുടെ പാത്രം, നമ്മുടെ സ്ഥിരം പാത്രം എടുത്ത് വെച്ച് ഇനി അതിനെ നല്ല ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിനകത്ത് വേണമെങ്കിൽ കടുക് വറുത്തിട്ട് കുറച്ച് കടുകും കൂടെ ചേർത്ത് അതിനെ അരയ്ക്കാം. പിന്നെ ഈ അരയ്ക്കുന്ന സമയത്ത് വിനീഗർ ചേർത്ത് അരയ്ക്കാം. പിന്നെ ആ വിനീഗർ ഇല്ല എങ്കിൽ നമുക്ക് നാരങ്ങ നീര് ചേർത്താലും മതി. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചെയ്യുന്നതാണ് എൻ്റെ ഒരു ടേസ്റ്റ് കുറച്ചും കൂടെ. അപ്പം കടുക് ഇടാൻ പോവുകയാണ്. പൊട്ടിത്തേറുന്നു നമ്മുടെ സവാള. ഇനി നമുക്ക് ആവശ്യത്തിന് ഇടാം. വഴലാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടെ നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ നന്നായിട്ട് ഉപ്പൊക്കെ അതിന് വേണ്ടുന്ന ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചിടണം. അല്പം വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉപയോഗം ഇല്ല, അത് ഞാൻ എടുത്ത് മാറ്റിയെടുക്കും. നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ വഴറ്റിയെല്ലാം ആക്കിയൊക്കെ കാണിച്ചു തരാം. ഇനി അടുത്ത എനിക്ക് ആ മസാല അരയ്ക്കാൻ പോകണം. അത് അരച്ചിട്ട് എല്ലാം കാണിക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇടാൻ പോയത് അപ്പോഴാണ് നിങ്ങളെ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചു. അതും കൂടെ ചേർത്ത് കൊടുക്കും. കൂട്ടത്തിൽ തക്കാളി ഞാൻ പറഞ്ഞു നന്നായിട്ട് വേവണമെന്ന്. അതിൻ്റെ ഇതൊന്നും കിടക്കരുത്. ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ നമ്മൾ മുളക് മല്ലിയും വറുക്കുന്ന സമയത്ത് നമുക്ക് ഈ എണ്ണയിൽ വേണമെങ്കിൽ അതായത് വഴറ്റിയെടുക്കാം. മുളക് മല്ലി വറുക്കുന്ന സമയത്ത് എണ്ണ വറുത്തെടുക്കാം. അതും ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ്. അങ്ങനെ ഞാൻ ഇതിനി അടുപ്പിലോട്ട് വെച്ചിട്ട് ഞാൻ പോയി മസാല ഒന്ന് അരച്ചിട്ട് നമ്മുടെ കുതിർത്ത് വെച്ചതാണ്. ഞാൻ അരച്ചില്ല, അരച്ചിട്ട് കഴിയും. നല്ല പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. വടുക അരയുക എന്നൊക്കെ ഇല്ലേ, എൻ്റെ ഇവിടെ എവിടെയോ ഒരു ഇച്ചിരി തെറിച്ചായിരുന്നു അത് അരച്ചപ്പം. ഓക്കെ, അത് പോട്ടെ, സാരമില്ല. അപ്പം ഇത് വടുക അരയുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇരിക്കട്ടെ. ഇത് നന്നായിട്ട് ഒരു ഇച്ചിരി പരുവായതിനു ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ രീതിയിലൊക്കെ തന്നെ ഇത് അരച്ചപ്പോൾ ഞാൻ ഒരു ലേശം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഷുഗർ ഒരു ഇതായിട്ടുണ്ട്. ഇനി നമ്മുടെ അരപ്പ് ചേർക്കാം. നല്ല പേസ്റ്റ് ആക്കണം കേട്ടോ. അല്പം പോലും അരയാതിരിക്കരുത്, നന്നായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിലൊക്കെ കുതിർത്ത് അരയ്ക്കുന്നത് കേട്ടോ. കൈ വെച്ചൊന്ന് ആക്കിയിട്ടുണ്ട്. മുളകൊക്കെ പിരിയമുളക് കയ്യിലുള്ളവർ
പിരിയമുളക് ചൂടുവെള്ളത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് അരച്ചെടുക്കുക. അതിന് കുറച്ചും കൂടെ ഒരു സ്വല്പം വ്യത്യാസം ഉണ്ടാവും കേട്ടോ, കറിക്കൊരു വ്യത്യാസം വരും. ഈ വെള്ളങ്ങളെല്ലാം ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മുടെ വഴട്ടിയ പാത്രം ഇല്ലേ, അത് ഇതെല്ലാം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇതിനകത്ത് വെള്ളം ചേർക്കാം. അപ്പം നന്നായിട്ട് ഇതിനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല വഴറ്റി 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 ഇതിനെ ഒരു പരുവത്തിലാക്കണം. പക്ഷെ വളരെ ശ്രദ്ധിക്കുക, അടുക്കി പിടിക്കാൻ പാടില്ല കേട്ടോ. അടുക്കി പിടിക്കരുത്. പിടിച്ചാൽ ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വേറെ ഉണ്ടാക്കണം. ഒട്ടും നിങ്ങൾ ശ്രദ്ധയില്ലാതിരിക്കരുത് കേട്ടോ. അപ്പം ഇത് നമ്മുടെ വെന്തിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വെള്ളം കൊടുക്കും കേട്ടോ. ഇനി നമുക്ക് വെള്ളം ചേർക്കേണ്ടി വരില്ല. കാരണം നമ്മുടെ ഈ ഇതൊക്കെ കഴുകിയ വെള്ളവും, അതായത് ജാറ് കഴുകിയ വെള്ളമില്ലേ അതും, പിന്നെ ഇത് വഴറ്റിയ വെള്ളം എല്ലാം ഇവിടെ ഇരിക്കുകയാണ്. അപ്പം അത് ഞാൻ ഇച്ചിരി ചൂടാക്കി ഇതിനകത്തോട്ട് ചേർക്കത്തുള്ളൂ, പച്ചയോടെ ചേർക്കത്തില്ല. സമയമാകുമ്പോൾ ചേർക്കാം. എനിക്ക് പച്ചക്കറിയും കൂടെ വെച്ചാൽ മതി. ഇത് എളുപ്പമാവും, കാരണം ബീഫ് നമ്മുടെ വെന്തിരിക്കുന്നതല്ലേ. ഇതിനെ നന്നായിട്ട് ക്ഷമ വേണം ഇതുണ്ടാക്കാൻ. എളുപ്പമാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്, പക്ഷേ ഈ സമയങ്ങളിലൊക്കെ ക്ഷമിക്കണം. ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ വറുത്തതാണെങ്കിൽ പോലും അരച്ചതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് വറുത്തി. വറുത്തുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കറിയുടെ ടേസ്റ്റൊക്കെ കൂട്ടുന്ന ഈ പാകങ്ങളൊക്കെയാണ്. ഇങ്ങനെ വിട്ട് 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 ഇങ്ങനെ ഈ ചട്ടിയിൽ നിന്ന് വിട്ട് 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 ഇങ്ങനെ വരും. ആ ഒരു പരുവുണ്ട്. ഈ അടുപ്പ് ഞാൻ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ഇങ്ങനെ നേരിട്ട് നിന്ന് സംസാരിക്കാം. ഇങ്ങനെ ഇതിനകത്തൊന്ന് ഇങ്ങനെ വിട്ട് വരും. ആ പരുവത്തിൽ വേണം നമ്മൾ എങ്ങനെ ആയെന്ന്. അപ്പം ഞാൻ ഇനി ചേർക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇത് കണ്ടല്ലോ, വേവിച്ചപ്പോൾ കിട്ടിയ ആ സ്റ്റോക്കില്ലേ അത് ഞാൻ ചേർത്തു. ഇതേ കണക്കൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇച്ചിരി ടൈം എടുക്കും. ഇതൊന്ന് സെറ്റായി എൻ്റെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെന്തുടങ്ങി. അപ്പം ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊന്ന് എല്ലാം സെറ്റായി ഇതിനകത്ത് നിന്ന് കുറച്ചൊന്ന് വറ്റണം. ആ വറ്റുന്ന സമയം നമുക്ക് ആവശ്യമുണ്ട്. അപ്പം അതിന് ആ സമയത്തിന് ഞാൻ വേറെ പണിയായി. ഇതിനകത്ത് ഞാൻ പയർ വെച്ചിട്ടുണ്ട്. ആദ്യം പയറാണ് ഞാൻ വേവിക്കാൻ വെക്കുന്നത്. നമ്മുടെ പച്ചക്കറി പയറിന് വേവുള്ളതുകൊണ്ട് ഇത് ഇവിടെ ഇരുന്നൊന്ന് സെറ്റായിട്ടാണ് ഇനി ഞാൻ ബാക്കി കാര്യം കാണിച്ചത്. ഇവിടെ നമ്മുടെ ജാറൊക്കെ കഴുകിയ വെള്ളവും അതും ഇതുമല്ലേ ഉണ്ടായിരുന്നല്ലോ, അതും ചൂടാക്കി തിളപ്പിച്ച് ഇതിനകത്ത് ഒഴിച്ചായിരുന്നു. അപ്പം അത് ഇതെല്ലാം കൂടെ ചേർന്ന് നല്ല സെറ്റായിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ വിന്താലുവിന് ആവശ്യമായ ഇറച്ചി ഇട്ട്. അപ്പം അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇതിനകത്ത് ഇളക്കിയെടുക്കണം. ഉപ്പൊക്കെ ഈ സമയത്ത് ഇളക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ടായിരുന്നേ. ഇനി നല്ല സുന്ദരമായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ഇറച്ചി വേവിച്ചപ്പോൾ നമ്മൾ കുരുമുളക്, ഉപ്പ്, മഞ്ഞപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനകത്ത് ആവശ്യത്തിനുള്ള എരി പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റാവട്ടെ. ഇൻ ബിറ്റ്വീൻ നമ്മുടെ ഇതിനകത്ത് വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞിട്ടായിരുന്നു. ഇനി ഞാൻ ഉപ്പൊന്ന് നോക്കുക കേട്ടോ.
ഇപ്പൊ ഇതൊന്നും സെറ്റ് ആയിട്ടില്ലെങ്കിൽ തന്നെ അടിപൊളി ടേസ്റ്റ്. ഇനി ഈ സമയത്ത് ഞാൻ ഒരു കാര്യം ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ ഒരു സാധനം ചേർക്കാൻ പറഞ്ഞില്ലേ, വേറെ നല്ല ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ 2 ഉരുളക്കിഴങ്ങ്, അത് സ്ക്വയർ പീസസ് ആയിട്ട് വെക്കുക. അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. കാരണം അതിനധികം വേവില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതൊന്ന് സെറ്റ് ആയിക്കോളും ഇതിനകത്ത് കിടന്നു. നമുക്ക് കറിവേപ്പിലയൊക്കെ ചേർക്കാനുണ്ട്. ഇതിനകത്തൊന്ന് സെറ്റ് ആയിക്കോളും. ഉപ്പും ബാക്കി എല്ലാ സാധനവും കറക്റ്റാണ്. ഇനി ഇറക്കുന്നതിന് മുമ്പ് ഒരല്പം ഗരം മസാല ചേർക്കാം. ഇത് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇതേ കണക്കൊന്ന് വെച്ച് നോക്കണേ. ഞാൻ പറയുന്നത് ഞാൻ ഉണ്ടാക്കിയിട്ട് പറയുന്നതല്ല, പക്ഷെ ഇത് അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ ആ മേക്കിംഗ് മെത്തേഡിലാണ് ഇതിൻ്റെ ടേസ്റ്റ് വർദ്ധിക്കുന്നത്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒറ്റ പ്രാവശ്യം സെറ്റായിട്ട് ഞാൻ വിളമ്പി കാണിച്ചു തരാം. ഒരു കാച്ചി ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ക്യാപ്ഷൻ കൊടുക്കുന്നത് കിടുക്കാച്ചി വിന്താല്, ബീഫ് വിന്താല്, ഇങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ കൊടുക്കുന്നത്. നമുക്ക് കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുത്ത് മസാല കൂടെ ചേർക്കാം. ഞാൻ 3-4 പ്രാവശ്യമായിട്ട് മസാല ചേർക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞില്ല. കാരണം ഈ വേവിക്കുന്ന സമയത്ത് നമ്മൾ വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ വേവിക്കുന്ന സമയത്ത് അതിൻ്റെ മണമില്ല. നമ്മുടെ വിസിൽ ആവുന്ന സമയത്ത് അതെല്ലാം ഒന്ന് പോകും വെളിയിലേക്ക്. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് ഇടത്തില്ല. അതിനൊരു പ്രയോജനവുമില്ല. ഇത് കുറച്ച് സെറ്റ് ആവാനുണ്ട്. കറിവേപ്പിലയും ഗരം മസാലയാണ് ഞാൻ നമ്മളെ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്. അപ്പം അതാവട്ടെ. എന്നിട്ട് ഞാൻ വിളമ്പി കാണിച്ചു തരാം. ഞാനൊന്ന് ടേസ്റ്റ് നോക്കേ. സൂപ്പർ ടേസ്റ്റുള്ള ഇറച്ചി. ബീഫ് വിന്താല്. അപ്പോൾ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത നല്ലൊരു വിഭവമായിട്ട് നമുക്ക് കാണാം.